ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസി ആയിട്ടുള്ള ചിക്കൻ പിസ്സയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ വേണം. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് വേണം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള പിസ്സ സോസ്, മിക്സഡ് ഹെർബ്സ് ആവശ്യത്തിന്, ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന്. വെജിറ്റബിൾസിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോയും ഗ്രീനും ക്യാപ്സിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒനിയൻ യൂസ് ചെയ്യാം, ഒലീവ്സ് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ചിക്കൻ ചെറിയ പീസ് ഫ്രൈ ചെയ്തെടുത്തതാണ് മസാലയിലിട്ടിട്ട്, അത് കുറച്ച് വേണം. പിന്നെ ഗ്രേറ്റ് ചെയ്ത മോzzarella ചീസ് 1 കപ്പ് വേണം. ആദ്യം നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊരു 10 മിനിറ്റ് മൂടി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം അധികം ചൂടാവാനും പാടില്ല, തീരെ ചൂട് കുറവാവാനും പാടില്ല. കാരണം ഈസ്റ്റ് പൊങ്ങി വരില്ല. നമ്മൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ തുടങ്ങാം. അതിന് കുറച്ചായിട്ട് മൈദ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക് ഇട്ടിട്ട് കുഴച്ച് കൊടുക്കുക. ആവശ്യത്തിന് അനുസരിച്ചിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കുക. മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. അത് മറന്നു പോകരുത്. കയ്യിലൊട്ടാത്ത വിധം വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. അത് കുഴച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അതൊരു തുണി വെച്ചിട്ട് നമ്മൾ മൂടി വെക്കാൻ വേണം. മൂടി വെക്കുന്നതിന് മുന്നേ മാവിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ മാവ് അധികം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ കിച്ചൺ കൗണ്ടറിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഈ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാനിൽ ഓയിൽ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് പാനിൽ വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് പരത്തി അത് ആ പാനിൻ്റെ സൈസിലാക്കി കൊടുക്കുക. കൈകൊണ്ട് അല്ലെങ്കിൽ ചപ്പാത്തിക്കോലുകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. മാവിൻ്റെ സൈഡ് കുറച്ച് കട്ടിയാക്കിയിട്ട് വേണം പാനിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് കുറച്ചും കൂടെ പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റ് തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് കൈ കൊണ്ട് ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് ഷേപ്പൊക്കെ കറക്റ്റാക്കി കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മാവിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ മാവ് അധികം പൊങ്ങി വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാനിൽ ഒരു സ്റ്റാൻഡും വെച്ചിട്ട് അത് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ഹൈ ഹീറ്റിൽ ചൂടാക്കണം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് എടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കുക.
അത് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഹീറ്റിൽ വേവിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരാനാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മാവ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പിങ്സൊക്കെ വെച്ച് പിസ്സ സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് മാവിന് മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പിസ്സ സോസ് തേച്ച് കൊടുക്കാം. സോസിന് മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഇട്ട് കൊടുക്കാം. ചീസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസും കൂടെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചില്ലി ഫ്ലേക്സും മിക്സഡ് ഹെർബ്സും കൂടെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഫുള്ള് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചീസ് ഇടാൻ വേണ്ടിയിട്ട്. പിസ്സ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പാനിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കവർ ചെയ്ത് 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ പിസ്സ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. പിസ്സ കട്ടർ അല്ലെങ്കിൽ നൈഫോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് പിസ്സ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസൊക്കെ കമൻസിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.